السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠനത്തിൻ്റെ 4-ാമത്തെ ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ലിമാദ ബുഇസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജസീറത്തിൽ അറബ്, അതായത് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യൻ ഉപദ്വീപിൽ നിയോഗിക്കപ്പെട്ടത്, അതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ലോകത്തെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാനായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം. ആ പ്രകാശം ആദ്യം ഉദിച്ചത് ഏറ്റവും വലിയ അജ്ഞതയിലായിരുന്ന അറേബ്യൻ ഉപദ്വീപിലായിരുന്നു. അറബികളെ ആദ്യം ഇസ്ലാം സ്വീകരിപ്പിച്ച ശേഷം അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ അള്ളാഹു അവരെയാണ് തിരഞ്ഞെടുത്തത്. അതായത് അറബികളെ തിരഞ്ഞെടുക്കാൻ, ഈ ദൗത്യത്തിന് അറബികളെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. അറബികൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകതയാണ് ശുദ്ധപ്രകൃതിയുള്ള ഒരു ജനതയാണ് അവർ. അറബികൾ സ്വാഭാവികമായ അവരുടെ അസലിൽ തന്നെ അവർ ശുദ്ധ പ്രകൃതിക്കാരാണ്, നല്ല പ്രകൃതിയുള്ളവരായിരുന്നു. സത്യം മനസ്സിലായാൽ ഉടൻ അത് അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. അഹങ്കാരം മാറ്റിവെച്ച് സത്യത്തിന് കീഴടങ്ങുന്ന മനോഭാവം അറബികളുടെ പ്രത്യേകതയാണ്. അതാണ് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അതിന് ഉദാഹരണമാണ്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം അതിന് ഉദാഹരണമാണ്. മറ്റൊന്ന്, ലളിതമായ മനസ്സും ജീവിതവുമാണ് അറബികൾക്കുള്ളത്. സങ്കീർണമായ തത്വചിന്തകളോ പഴയ സംസ്കാരങ്ങളുടെ കെട്ടിക്കുടുക്കുകളോ അവരെ ബന്ധിച്ചിരുന്നില്ല. അവരുടെ മനസ്സ് പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ വേഗത്തിൽ എളുപ്പമായിരുന്നു, സന്നദ്ധമായിരുന്നു. അതിനാൽ ഇസ്ലാമികപരമായ ആശയങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞു. മറ്റൊന്ന് സത്യസന്ധതയും വ്യക്തതയുമാണ്. അറബികൾ സത്യസന്ധതയിൽ 1-ാം നമ്പറാണ്. വ്യക്തത വരുത്തുന്നതിൽ അവർ വളരെ മുന്നിലാണ്. അവർ തുറന്നു പറയുന്ന സ്വഭാവക്കാരായിരുന്നു. വഞ്ചനയും കാപട്യവും അവരിൽ കുറവായിരുന്നു. ഒരിക്കൽ വാക്ക് നൽകിയാൽ അത് പാലിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അഖബയിലെ ബൈഅത്തിൽ അൻസാറുകൾ നൽകിയ വാഗ്ദാനം ഇതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4-ാമത്തേത്, സമൂഹത്തെ തകർത്തിരുന്ന സങ്കീർണ രോഗങ്ങളിൽ നിന്ന് അവർ അകന്നു കഴിഞ്ഞിരുന്നു. മറ്റു പല ജനതകളെപ്പോലെ ദാർശനിക സാംസ്കാരിക സങ്കീർണതകളിൽ അവർ ഒരിക്കലും അകപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശുദ്ധമായ വിശ്വാസം സ്വീകരിക്കാൻ അവർ കൂടുതൽ അനുയോജ്യമായിരുന്നു. അറബികൾ കൂടുതൽ അനുയോജ്യരായിരുന്നു. അതുപോലെ സത്യനിഷ്ഠയും ധൈര്യത്തിലും അവർ മുന്നിലായിരുന്നു. സത്യസന്ധത, വിശ്വസ്തത, ധൈര്യം എന്നിവ അവരുടെ പ്രധാന ഗുണങ്ങളായിരുന്നു. ഇസ്ലാമിന് വേണ്ടി സമ്പത്തും ജീവൻ ത്യജിക്കാൻ അവർ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ദൗത്യം അവർ ആത്മാർത്ഥമായി സ്വീകരിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്തു. മറ്റൊന്ന്, യുദ്ധവീര്യവും സഹനശക്തിയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അവർ ധീരരായ യോദ്ധാക്കളായിരുന്നു. കഷ്ടപ്പാടുകൾ സഹിക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ പ്രചാരണത്തിൽ നിന്ന് സംരക്ഷണത്തിനും ഈ ഗുണങ്ങൾ വലിയ സഹായകമായി. മറ്റൊന്ന്, സ്വാതന്ത്ര്യബോധവും ആത്മാഭിമാനവും അറബികളിൽ കൂടുതലായിരുന്നു. സ്വാതന്ത്ര്യത്തെ അവർ വളരെയേറെ വിലമതിച്ചിരുന്നു. ആത്മാഭിമാനവും സമത്വബോധവും അവർക്കുണ്ടായിരുന്നു. ഇസ്ലാം പഠിപ്പിച്ച മഹത്തായ മൂല്യങ്ങൾ സ്വീകരിക്കാൻ ഈ ഉന്നതമായ സ്വഭാവം അവർക്ക് സഹായകമായി. അതുപോലെ തന്നെ ഊർജ്ജസ്വലമായ യുവജനതയാണ് അവരിലുണ്ടായിരുന്നത്. അവരുടെ ചിന്തയും പ്രവർത്തനശേഷിയും ഒരിക്കലും ക്ഷയിച്ചതായിരുന്നില്ല. ഉത്സാഹവും പ്രവർത്തനക്ഷമതയും ധൈര്യവും സ്ഥൈര്യവും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇസ്ലാമിക ദൗത്യം ലോകമെമ്പാടും എത്തിക്കാൻ അവർ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ട ആ കാലം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിലൊന്നായിരുന്നു. വിഗ്രഹാരാധനയും
അജ്ഞതയും അനീതിയും ലോകത്ത് വ്യാപകമായിരുന്ന കാലഘട്ടമായിരുന്നു അത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ച് മനുഷ്യരെ ശുദ്ധീകരിക്കുകയും ഖുർആനും ഹിക്മത്തും പഠിപ്പിക്കുകയും നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്തു. ഇസ്ലാമിലൂടെ അറബികൾ ലോകത്തിന് മാതൃകയായി ഒരു ഉത്തമ സമൂഹമായി മാറി. അതാണ് അറബികളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളിലേക്ക് നിയോഗിക്കപ്പെടാൻ കാരണം. അപ്പോൾ ഇന്ന് നമ്മൾ 4ാമത്തെ പാർട്ടാണ് സീറ അന്നബവിയയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പാരായണത്തിലെ 4ാമത്തെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ലിമാദാ ബുഇസൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജസീറത്തുൽ അറബ്, അതായത് അറേബ്യൻ ഉപദ്വീപിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നാണ് ഇന്നത്തെ വിഷയം. ഇൻഷാ അല്ലാഹ് അടുത്ത ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് പഠിക്കാം. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.